ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം നിത്യം മഹത്വപ്പെടുമാറാകട്ടെ. ആരാധന ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രകടനവും പ്രതീകവും. അതിൽ തന്നെ മലങ്കര ആരാധനക്രമം അത് അർത്ഥവ്യാപ്തിയിൽ വിപുലവും പ്രതീകാത്മകവും രഹസ്യാത്മകവുമാണ്. ആരാധന വെറും ഒരു ആചാരമായി മാത്രം മാറുവാൻ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ മലങ്കര കുർബാന ഒരു അവലോകനം എന്ന നിലയിൽ ഈ പരമ്പരയെ മനസ്സിലാക്കി വിശുദ്ധ കുർബാനയുടെ അർത്ഥതലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ഒരു സജീവ സാന്നിധ്യമാകുവാൻ നമുക്ക് ഈ പരമ്പരയിലൂടെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. എങ്ങനെയാണ് നാം വിശുദ്ധ കുർബാനയ്ക്കായി ഒരുങ്ങേണ്ടത്? എപ്പോൾ മുതലാണ് നാം വിശുദ്ധ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങേണ്ടത്? നമ്മുടെ ഭാഗ്യസ്മരണാർഹരായ പുണ്യപിതാക്കന്മാരൊക്കെയും നമ്മളെ പഠിപ്പിക്കുക തലേ ദിവസം സന്ധ്യ മുതൽ വിശുദ്ധ കുർബാനയ്ക്കായി നാം ഒരുങ്ങുക എന്നതാണ്. കാനോനിക നമസ്കാരങ്ങളൊക്കെയും പൂർത്തിയാക്കി വേദപുസ്തകം വായിച്ച് വിശുദ്ധ ബലിയിൽ സജീവ സാന്നിധ്യമാകുക എന്നതാണ് നമ്മുടെ സഭയുടെ പാരമ്പര്യം. കാനോനിക നമസ്കാരങ്ങളെല്ലാം പൂർത്തിയാക്കിയില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഭവനത്തിലെ സന്ധ്യാ നമസ്കാരവും വേദവായനയും നടത്തി ഒരുക്കത്തോടുകൂടെ വിശുദ്ധ ബലിയിൽ നമുക്ക് സംബന്ധിക്കുവാൻ സാധിക്കുമ്പോഴാണ് ആ ബലി നമുക്ക് അനുഗ്രഹമാവുക. മലങ്കര ആരാധനക്രമം അനുസരിച്ച് വിശുദ്ധ കുർബാന ആരംഭിക്കുക തൂയോബോ ഒരുക്ക ശുശ്രൂഷയോടുകൂടെയാണ്. നമസ്കാര മധ്യേ പുരോഹിതൻ കറുത്ത മേലങ്കി ധരിച്ചുകൊണ്ട് പരിശുദ്ധ മദ്ബഹായിലേക്ക് കയറി ജനത്തോട് ജീവപ്രദമായ ഈ ബലി സഭ മുഴുവന് വേണ്ടി അർപ്പിക്കുവാൻ താൻ യോഗ്യനാകുന്നതിന് പ്രാർത്ഥനാ സഹായം ചോദിച്ച് പരിശുദ്ധ മദ്ബഹായെ സമീപിക്കുകയാണ്. തുടർന്ന് പുരോഹിതൻ വിശുദ്ധ കുർബാനയ്ക്ക് ആവശ്യമായ അപ്പവീഞ്ഞുകൾ ത്രോണോസിന്മേൽ ഒരുക്കി വെക്കുന്നതായ ശുശ്രൂഷയാണ്. നിശ്ചിത പ്രാർത്ഥനകൾ ചൊല്ലി പുരോഹിതൻ അപ്പവീഞ്ഞുകളെ സമർപ്പിക്കുന്നു. തുടർന്ന് വരുന്ന പ്രാർത്ഥനകളൊക്കെയും അനുതാപത്തിന്റെ ധ്വനി മുഴക്കുന്നതാണ്. നമ്മുടെ ഹൃദയ അനുതാപത്തെ വിളിച്ചോതുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളാണ് പിന്നീട് പുരോഹിതൻ നടത്തുക. വിളിച്ചപേക്ഷിക്കുന്ന പാപികൾക്ക് ഉത്തരമരുളുന്ന കാരുണ്യവാനായ ഏകപിതാവ്, നുറുങ്ങിയ ഹൃദയത്തെ സ്വീകരിക്കുന്ന പിതാവ്, ബലിയേക്കാൾ കരുണ ആഗ്രഹിക്കുന്ന പിതാവ്, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥതലങ്ങളിൽ വരുന്ന പ്രാർത്ഥനകൾ പുരോഹിതൻ പരിശുദ്ധ മദ്ബഹായിൽ രഹസ്യമായി നടത്തുന്നു. ഈ അപ്പവീഞ്ഞുകളുടെ സമർപ്പണം യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും സമർപ്പണത്തിന്റെ പ്രതീകമാണ്. അതുതന്നെയാണല്ലോ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുക, ഞങ്ങൾ തന്നെയും നിനക്ക് സ്വീകാര്യ ബലിയായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സമർപ്പിതമായിരിക്കുന്ന ഈ അപ്പവീഞ്ഞുകളോടൊപ്പം നമ്മുടെ തന്നെയും ജീവിതങ്ങളെ സമർപ്പിക്കുവാനുള്ള സമയമാണ് ഇത്. പഴയ നിയമത്തിൽ ശാലേം രാജാവായ മൽക്കിസദേക്ക് അബ്രഹാമിന് കാഴ്ചയായി അപ്പവും വീഞ്ഞും സമർപ്പിക്കുന്നത് നാം കണ്ടുമുട്ടുന്നുണ്ട്. പഴയ നിയമത്തിലെ മൽക്കിസദേക്കിന്റെ ഈ കാഴ്ചയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇതിനെ മൽക്കിസദേക്കിന്റെ ക്രമമെന്ന് നാം പറയുന്നു. തുടർന്ന് പൂജാ വസ്ത്രങ്ങൾ ധരിച്ച് വിശുദ്ധ സ്ഥലത്ത് ധൂപാർപ്പണം നടത്തിയ പഴയ നിയമത്തിലെ അഹറോനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പുരോഹിതൻ വിശുദ്ധ കുർബാനയ്ക്കുള്ള അംശവസ്ത്രങ്ങൾ ധരിക്കുന്നു. അതേ തുടർന്ന് തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും ഏറെ ശ്രദ്ധയോടുകൂടെ ഈ വിശുദ്ധ ബലി പൂർത്തിയാക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ത്രോണോസിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പുരോഹിതൻ പ്രാർത്ഥന നടത്തി. തുടർന്ന് സമർപ്പിതമായിരിക്കുന്ന അപ്പവീഞ്ഞുകളെ കരങ്ങളിൽ എടുത്ത് ഉയർത്തി ആദ്യം മുതലുള്ള എല്ലാ സംഭവങ്ങളെയും ആദാമും ഹവ്വായും മുതൽ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള ഭാഗങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ നിയോഗത്തെ ഓർത്ത് അപ്പവീഞ്ഞുകളെ സമർപ്പിക്കുകയാണ് ഇവിടെ. തുടർന്ന് ശോശാപ കൊണ്ട് സമർപ്പിതമായിരിക്കുന്ന അപ്പവീഞ്ഞുകൾ മൂടുന്നു. തുടർന്ന് പ്രുമിയോൻ സദ്ര ധൂപാർപ്പണത്തോടുകൂടി നടത്തുന്നു. ഈ വിശുദ്ധ ബലിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ സാന്നിധ്യം, ദീർഘദർശിമാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും സാന്നിധ്യം, ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും നീതിമാന്മാരുടെയും സാന്നിധ്യം, വിശുദ്ധ സഭയുടെയും അവരുടെ മക്കളുടെയും സാന്നിധ്യം, ഇവയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ധൂപാർപ്പണം നടത്തി
പുരോഹിതൻ ഒരുക്ക ശുശ്രൂഷ അവസാനിപ്പിക്കും.